ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19, 2025 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിൽ കേരളവും ഗുജറാത്തും തമ്മിൽ ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൻ്റെ 3-ാം ദിവസമായ ഇന്ന് ആദ്യ സെഷനിൽ തന്നെ കേരളം 457 റൺസിന് എല്ലാവരും പുറത്തായി. കേരളത്തിന് വേണ്ടി വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസറുദ്ദീൻ 177 റൺസ് പുറത്താവാതെ നേടിയിട്ടുണ്ട്. ഇന്നലെ 149 റൺസുമായി അദ്ദേഹം ക്രീസിലുണ്ടായിരുന്നു. 28 റൺസ് കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം മറ്റ് എൻഡിൽ നമ്മുടെ വാരറ്റക്കാരായ ആദിത്യ സർവാത്തെ, MD നിതീഷ്, നെടുമൺകുഴി ബേസിൽ എന്നിവർ കാര്യമായ സംഭാവനയൊന്നും അർപ്പിക്കാതെ പുറത്താവുകയാണ് ചെയ്തത്. നേരത്തെ നമുക്കറിയാം, ഓപ്പണർമാരായ രോഹൻ കുന്നുമലും അക്ഷയ് ചന്ദ്രനും 30 റൺസ് വീതം നേടിയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സച്ചിൻ ബേബി 69 റൺസും സൽമാൻ നിസാർ 52 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അരങ്ങേറ്റക്കാരായ അഹമ്മദ് ഇമ്രാൻ 24 റൺസും വരുൺ നായനാർ 10 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ 457 റൺസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. എന്നാൽ അതേസമയം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, അവരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സൗരാഷ്ട്രക്കെതിരെ 511 റൺസ് നേടിയിട്ടുണ്ട്. അതേപോലെ ഈ സീസണിൽ അവരുടെ 7ഓളം ബാറ്റ്സ്മാർ സെഞ്ചുറികളൊക്കെ നേടിയിട്ടുണ്ട്. ചിലരൊക്കെ ഡബിൾ സെഞ്ചുറി നേടിയവരുണ്ട്, അതുപോലെ ഒന്നിലധികം സെഞ്ചുറി നേടിയവരൊക്കെ ഉണ്ട്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ 457 റൺസ് ഒരു വലിയ സ്കോറൊന്നുമല്ല. ഏതായാലും ഇനി നമ്മുടെ ബൗളർമാരുടെ കയ്യിലാണ് മത്സരം കിടക്കുന്നത്. അതായത് അതിഥി താരങ്ങളായ ജലജ് സക്സേനയും ആദിത്യ സർവാത്തയും അവരവരുടെ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഗുജറാത്തിനെ കുറഞ്ഞ സ്കോറിന് പുറത്താക്കാൻ കഴിയും. അതേപോലെ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണിംഗ് ബൗളറായ MD നിതീഷാണ് തിളങ്ങിയത്. 10 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലും ഈ മത്സരത്തിലെ 177 റൺസ് ഉൾപ്പെടെ മുഹമ്മദ് അസറുദ്ദീൻ ഈ സീസണിൽ നിന്ന് മാത്രം 601 റൺസ് നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് ഇനി സൽമാൻ നിസാർ മാത്രമാണ്. അദ്ദേഹം 606 റൺസാണ് ഒരു മത്സരം കുറച്ച് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ നേടിയിട്ടുള്ളത്. സൽമാൻ നിസാറിന് 2 സെഞ്ചുറിയും മുഹമ്മദ് അസറുദ്ദീന് 1 സെഞ്ചുറിയും ഈ സീസണിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റിൽ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.